Hello, good evening. Good evening, sir. Good evening. Good Voice evening. audible ആണോ? Good evening, sir. അതെ. Yes, sir. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ അതെ സർ. ലീറ്റു സ്മൈലിന്റെ 202ാമത് സൺഡേ സ്പെഷ്യലിലാണ് നമ്മൾ കൂടിയിരിക്കുന്നത്. വളരെയേറെ സന്തോഷമുണ്ട്. നമ്മുടെ ഇന്നത്തെ സെഷനെ പറ്റി പറയുകയാണെങ്കിൽ കൂടുതലായിട്ടും നമ്മൾ ഏറെ ഗൗരവത്തിലും അതേപോലെ ചിന്തിക്കാനുമുള്ള ടോപ്പിക്കാണ് നമുക്കിന്ന് നമ്മുടെ ഗസ്റ്റ് ആയിട്ടുള്ള അഷ്റഫ് സി സാർ നമുക്ക് വേണ്ടി ക്ലാസ് എടുക്കാനുള്ളത്. കഴിഞ്ഞ ഏകദേശം 3-4 മാസങ്ങൾക്ക് മുമ്പ് ലീറ്റു സ്മൈലിന്റെ ഫൗണ്ടേഷന്റെ കീഴിൽ ഒരു പ്രൊജക്റ്റ് ഉണ്ടായിരുന്നു. സ്നേഹഭവനിൽ ഫുഡ് കൊടുക്കുവാന്ന്. അതിലേക്ക് വേണ്ടി തളിപ്പറമ്പിലുള്ള അൽമക്കർ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് അവിടെ പോവുകയും അവിടുത്തെ അന്തേവാസികളായ ആൾക്കാർക്ക് ലീറ്റു സ്മൈൽ ഫൗണ്ടേഷന്റെ വകയായി ഒരു നേരത്തെ ഫുഡും അവർക്കുള്ള വീൽ ചെയറും കൊടുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി ലീറ്റു സ്മൈലിലെ ഫൗണ്ടേഷൻ ഭാരവാഹികളും പ്രവർത്തകരും അൽമക്കർ സ്ഥാപനത്തിൽ പോവുകയും അവിടെ നേരിയൊരു പരിചയത്തിലാണ് അഷ്റഫ് സാറുമായിട്ട് കണക്ട് ചെയ്യുന്നുള്ളത്. ഒരുപാടേറെ സന്തോഷമുണ്ട് അഷ്റഫ് സാറ് ലീറ്റു സ്മൈലിന്റെയും ഒരു ഭാഗമാവാൻ സാധിച്ചതിൽ. ലീറ്റു സ്മൈലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കഴിഞ്ഞ 5 വർഷത്തോളമായി പഠനം പാതിവഴിയിൽ മുടങ്ങിയവർക്ക് തുടർ വിദ്യാഭ്യാസത്തിനുള്ള അവസരങ്ങൾ ഒരുക്കുകയാണ്. കേരളത്തിനകത്തും പുറത്തുമായി യൂറോപ്യൻ കൺട്രീസിലടക്കമുള്ള ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ അവരുടെ പഠനം വിജയകരമായി പൂർത്തീകരിക്കുകയും തുടർന്ന് നിലവിൽ അവരുടെ പഠനം പാതിവഴിയിൽ മുടങ്ങിയ 10ാം ക്ലാസ്സിലെയും +2ലെയും ഡിഗ്രിയും PGയിലൊക്കെ ആയി പുതിയൊരു ഭാവി സൃഷ്ടിക്കാൻ വേണ്ടി കൂടിയവരാണ് ഇവിടെ ഉള്ളത്. എന്നിരുന്നാലും ഈ വൈകിയ വേളയിൽ കൂടുതലായിട്ടൊന്നും പറയാതെ നേരിട്ട് കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ചെറിയൊരു പ്രോഗ്രാമിലാണ് ഞാൻ ഉള്ളത്. അതുകൊണ്ടാണ് വീഡിയോ ഓൺ ചെയ്യുന്നതിൽ ചെറിയൊരു പ്രയാസം കൂടിയുണ്ട്. എന്നിരുന്നാലും ഇന്നത്തെ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇന്നത്തെ സെഷന് നമുക്ക് വേണ്ടി എടുത്തു തരുന്ന തളിപ്പറമ്പ് അൽമക്കർ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ പ്രിൻസിപ്പൽ കൂടിയായ ബഹുമാനപ്പെട്ട അഷ്റഫ് സാറിനെ ലീറ്റു സ്മൈലിയിലേക്ക് വേണ്ടി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഡയറക്ടേഴ്സ്, പ്രിയ നിറഞ്ഞ കൂട്ടുകാർ എല്ലാവരെയും ഒറ്റവാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് സാറിന് മൈക്ക് ഹാൻഡ് ഓവർ ചെയ്യാണ്. സാറിന് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. Thank you so much, Murshid sir. My beloved audience, good evening to all. ഞാൻ കരുതുന്നു ഞാൻ നിങ്ങൾക്ക് ഓഡിയബിൾ ആണ് എന്ന്. Good evening, sir. Yes, sir. Am I audible? Yes, audible. Okay. Thank you so much. Yes, sir. Yes, sir. പിന്നെ മുർഷിദ് സർ ചുരുങ്ങിയ വാക്കുകളിൽ ആമുഖവും സ്വാഗതവും ഒക്കെ പറഞ്ഞു. 222 സാർ? അല്ല 202? 202 സാർ. 202 എന്ന എപ്പിസോഡ് എല്ലാ വീക്കിലും 202 ആഴ്ച, 202ാമത്തെ ആഴ്ചയാണ് ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങൾ ഇതുപോലെ ഓൺലൈനിൽ ഒരുമിച്ച് കൂടുന്നത്. ഒരു 195 ആഴ്ച മുമ്പ്, 193 ആഴ്ച മുമ്പ് ഞാനും തുടങ്ങിയ ചെറിയൊരു സംരംഭം ഇതേപോലെ 193 ആഴ്ചകളായി മുടങ്ങാതെ നടക്കുന്നുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നു കോവിഡ് തുടങ്ങിയ ഉടനെയുള്ള ആഴ്ചകളായിരിക്കും നമ്മൾ ഇത്തരം സംരംഭത്തിന് തുടക്കം കുറിച്ചിട്ടുണ്ടാവുക. ഏതായാലും വളരെ സന്തോഷമുണ്ട്. ലിവ് ടു സ്മൈൽ ഓർഗനൈസേഷൻ, അതിൻ്റെ പേരിൽ തന്നെ എല്ലാം അടങ്ങിയിട്ടുണ്ട്. ചിരി, നമ്മളൊക്കെ പലപ്പോഴും മറന്നു പോകുന്ന, ചിരിക്കാൻ സമയം കിട്ടാതെ പോകുന്ന
ചിരിയിലും കൃത്രിമത്വം മാത്രം ഒളിപ്പിച്ചു കടത്താൻ മെനക്കെടുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിൽ നല്ല പേര്, അതേപോലെ ഒരു വലിയ വിഷനോട് കൂടി പ്രവർത്തിക്കുന്ന ഒരു ഓർഗനൈസേഷൻ. ഞാൻ കൂടുതലൊന്നും ചോദിച്ച് മനസ്സിലാക്കിയിട്ടില്ല, ചുരുങ്ങിയ വാക്കുകളിൽ മുർഷിദ് സർ പറഞ്ഞപ്പോൾ ഞാൻ മനസ്സിലാക്കിയതാണ്. പാതി വഴിയിൽ പഠനം നിലച്ചു പോയ പ്രായം ചെന്നവർക്ക് അല്ലെങ്കിൽ ഏജ് ഓവറായവർക്ക്, 20 വയസ്സിന് മുകളിലുള്ളവർക്ക് ഡിഗ്രി, PG, +2 പോലത്തെ ഹയർ സ്റ്റഡീസിനുള്ള അവസരങ്ങൾ ഒരുക്കുന്ന ഒരു ഓർഗനൈസേഷനാണ് ലിവ് ടു സ്മൈൽ എന്നത് ഞാൻ മനസ്സിലാക്കുന്നു. ഞാൻ എൻ്റെ അധ്യാപന ജീവിതം ആരംഭിച്ചതും ഒരു 10-18 വർഷം മുമ്പ് ഏജ് ഓവറായ കുട്ടികളെ അല്ലെങ്കിൽ ചെറുപ്പക്കാരെ അവർക്ക് വേണ്ടി ഈവനിങ് ക്ലാസ് എടുത്തുകൊണ്ടായിരുന്നു. അന്ന് പഠിച്ച SSLC ക്ലാസ്സിൽ, പ്രത്യേകിച്ച് SSLC ക്ലാസ്സിൽ പഠിക്കാൻ വന്ന 25-30 വയസ്സുള്ള അന്നത്തെ നമ്മുടെ വിദ്യാർത്ഥികൾ ഇന്ന് ഏതാണ്ട് പ്രായം ചെന്നു വാർദ്ധക്യത്തിലെത്തി. ഏതായാലും ഒരു നൊസ്റ്റാൾജിക് ഫീലിംഗ് ഈ ഒരു സെഷനിൽ ഇരിക്കുമ്പോൾ എനിക്കുണ്ട്. ഞാൻ എൻ്റെ ആമുഖം നീട്ടിക്കൊണ്ടുപോകാതെ നിശ്ചയിക്കപ്പെട്ട വിഷയത്തിലേക്ക് വരികയാണ്. ഒരിക്കൽ കൂടി എല്ലാവർക്കും എല്ലാവിധ സന്തോഷവും. നമ്മൾ ഏറ്റവും ഇഷ്ടമുള്ള വിഷയമാണ് കുട്ടികളെ കുറിച്ച് ചിന്തിക്കുക, കുട്ടികളെ കുറിച്ച് പങ്കുവെക്കുക എന്നത്. എത്രത്തോളം അത് ഫലവത്താകുന്നു എന്നത് മറ്റൊരു കാര്യമാണെങ്കിലും വിശുദ്ധ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്, മക്കളെ സന്തോഷിപ്പിക്കുന്നവർക്ക് സ്വർഗത്തിൽ ഒരു പ്രത്യേക കവാടമുണ്ട് എന്ന്. കുട്ടികൾ അവർ നമ്മുടേതല്ല. നമ്മൾ പലപ്പോഴും പറയാറുണ്ട് എൻ്റെ മോന്, എൻ്റെ മോള്. അത് നമുക്കുള്ളൊരു സൂക്ഷിപ്പ് സ്വത്ത് മാത്രമാണ്. നമ്മൾ ഗൾഫിലേക്ക് പോകുമ്പോൾ നമ്മുടെ വണ്ടി കൂട്ടുകാരനെ ഏൽപ്പിച്ചാൽ, അല്ലെങ്കിൽ കൂട്ടുകാരൻ അദ്ദേഹത്തിൻ്റെ വണ്ടി നമ്മെ ഏൽപ്പിച്ചാൽ നമ്മളത് എങ്ങനെയാണ് കൊണ്ടു നടക്കുന്നത്, അതിനെ ശ്രദ്ധിക്കുന്നത്, അതിനെ സൂക്ഷിക്കുന്നത്, കൈകാര്യം ചെയ്യുന്നത്? അതുപോലെ നമുക്കതിൽ ഉടമസ്ഥതയില്ല എന്ന കാര്യം പലപ്പോഴും നമ്മൾ മറന്നുകൊണ്ടാണ് മക്കളോട് പെരുമാറാറുള്ളത്. അത്തരം വിഷയങ്ങളിൽ നിരന്തരം സ്കൂളിൽ നിന്ന് പിതാക്കളുമായി ഇടപഴകുമ്പോൾ, കുട്ടികളുമായി ഇടപഴകുമ്പോൾ, സ്വന്തം മക്കളുമായി ഇടപഴകുമ്പോൾ പല ഉൾക്കാഴ്ചകളും അല്ലെങ്കിൽ പല ആശയങ്ങളും മനസ്സിലേക്ക് വരാറുണ്ട്. അപ്പോൾ മുർഷിദ് സർ കഴിഞ്ഞ ആഴ്ച ബന്ധപ്പെട്ടു ഒരു വിഷയം, ടോപ്പിക്ക് ആവശ്യപ്പെട്ടപ്പോൾ പെട്ടെന്ന് തന്നെ എനിക്ക് തോന്നിയ ഒരു വിഷയം സജസ്റ്റ് ചെയ്തതാണ്. പുതിയ അധ്യയന വർഷം, നല്ല രക്ഷിതാവ്, നല്ല കുട്ടി. 3 വാക്കുകൾ അതിലുണ്ട്. ഈ ഒരു വാക്യം, ഈ ഒരു സെന്റൻസിൽ പ്രധാനമായും 3 വാക്കുകളാണുള്ളത്. നല്ല കുട്ടി, നല്ല രക്ഷിതാവ്, അധ്യയന വർഷം, പുതിയ അധ്യയന വർഷം. അതിലെ 3 വാക്കുകളും നമ്മൾ ചെറുതായി നിർവചിച്ച് നമ്മൾ ഈ സെഷൻ ഇവിടെ അവസാനിപ്പിക്കും. ഞാൻ മനസ്സിലാക്കുന്നത് എനിക്ക് 40 മിനിറ്റ് വരെ നിങ്ങളോട് സംസാരിക്കാൻ സ്വാതന്ത്ര്യമുണ്ട് എന്നാണ്. ഇൻഷാ അല്ലാഹ് ആ നിലയിൽ 7:50 ആകുമ്പോൾ ഞാൻ എൻ്റെ സംസാരം ഓട്ടോമാറ്റിക്കായിട്ട് നിർത്തും. ഏതായാലും നമ്മുടെ മക്കളിൽ എപ്പോഴും നമുക്ക് നിർദ്ദേശം ലഭിച്ചത് പ്രാർത്ഥിക്കാനാണ്. ആ പ്രാർത്ഥനയുടെ വാക്ക് തന്നെ ഖുറത്ത ഐനി എന്നാണ്. കണ്ണിന് കുളിർമയേകുന്ന മക്കളാക്കി നമ്മുടെ മക്കളെ മാറ്റണമേ എന്നാണ് നമ്മളൊക്കെ എല്ലാ ദിവസവും ഉടയ തമ്പുരാനോട് പ്രാർത്ഥിക്കാറുള്ളത്. അങ്ങനെ പ്രാർത്ഥിക്കണമെന്നാണ്. കണ്ണിന് കുളിർമ, കൺകുളിർമ, ആ വാക്കിൽ എല്ലാം അടങ്ങിയിട്ടുണ്ട്. അപ്പോ നല്ല കുട്ടി, നല്ല രക്ഷിതാവ്, അധ്യയന വർഷം, ഈ 3 വാക്കുകൾ കൂടിച്ചേർന്ന ഒരു ടോപ്പിക്ക്. അതിൽ ഒരു ഡെക്കറേഷന് വേണ്ടി പുതിയ അധ്യയന വർഷം, രക്ഷിതാവിന്റെ മുന്നിൽ നല്ല രക്ഷിതാവ്, കുട്ടിയുടെ മുന്നിൽ നല്ല കുട്ടി, ഒരു അഡ്ജക്റ്റീവ് ചേർത്തു എന്ന് മാത്രം. ഏതായാലും അധ്യയന വർഷത്തെക്കുറിച്ച് നമ്മൾ കൂടുതൽ മനസ്സിലാക്കേണ്ടതില്ല. ഒറ്റ വാക്കിൽ എല്ലാവർക്കും അതിന്റെ അർത്ഥം അറിയാം. നമ്മുടെ നാട്ടിൽ ഈ വരുന്ന ജൂൺ 3-ാം തീയതി സ്കൂൾ ആരംഭിക്കുന്നു. മാർച്ച് 31-ാം തീയതി സ്കൂൾ ക്ലോസ് ചെയ്യുന്നു. ഇതിനിടയിലുള്ള 10 മാസത്തെ, അതല്ലെങ്കിൽ
200 210 വർക്കിംഗ് ഡേയിലുള്ള ഒരു കാലഘട്ടത്തെയാണ് നമ്മൾ അക്കാഡമിക് ഇയർ, അധ്യയന വർഷം എന്ന് വിശേഷിപ്പിക്കാറുള്ളത്. ഈ അധ്യയന വർഷം സ്കൂളുമായി ബന്ധപ്പെട്ടതാണ്, കുട്ടിയുടെ പഠനാനുബന്ധ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. പരീക്ഷയുണ്ടാകും, കളിയുണ്ടാകും, സ്പോർട്സ് കളിയുണ്ടാകും, ആർട്സ് ഫെസ്റ്റ് ഉണ്ടാകും, സ്റ്റഡി ടൂർ ഉണ്ടാകും. ഇങ്ങനെ പല ആക്ടിവിറ്റീസിൻ്റെയും ആകെ ഒരു കോമ്പിനേഷനാണ് ഒരു അധ്യയന വർഷം എന്ന് പറയുന്നത്. അത് ഇഴകീറി പരിശോധിക്കേണ്ട ആവശ്യം നിലവിൽ നമുക്ക് രക്ഷിതാക്കളായ നിങ്ങൾക്ക് മുന്നിൽ ഇല്ല. ആ ഒരു അർത്ഥത്തിൽ നമ്മൾ അധ്യയന വർഷത്തെ മനസ്സിലാക്കിയവരാണ്, അതിനെക്കുറിച്ച് ധാരണയുള്ളവരാണ്. ഇന്നത്തെ പത്രത്തിൽ വാർത്ത വന്നു, മുഖ്യമന്ത്രി, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ജൂൺ 3-ാം തീയതി സ്കൂൾ അധ്യയന വർഷം, പുതിയ അധ്യയന വർഷം ആരംഭിക്കുന്നതിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാക്കാൻ നിർദ്ദേശം കൊടുത്തു. എല്ലാ ഭാഗത്തും കുട്ടികളുടെ പഠനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് വേണ്ടി, സുരക്ഷിതമായ വിദ്യാലയ അന്തരീക്ഷം ഒരുക്കുന്നതിന് വേണ്ടി നാനാഭാഗത്തും കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചുകൊണ്ട് സംവിധാനങ്ങൾ, ഒരുക്കങ്ങൾ കൂട്ടുന്ന സമയമാണ് ഇത്. അതവിടെ ഇരിക്കട്ടെ. നമുക്ക് നല്ല രക്ഷിതാവിലേക്കും നല്ല കുട്ടിയിലേക്കും വരാം. നല്ല കുട്ടി എന്നത് തീർത്തും സത്യസന്ധമായ ഒരു പ്രയോഗമാണ്. കുട്ടികളെല്ലാവരും നല്ലവരാണ്. കുട്ടികൾക്ക് ഒരിക്കലും അവരെ നമുക്ക് പ്രതിസ്ഥാനത്ത് നിർത്തി ചിന്തിക്കാനോ സംസാരിക്കാനോ കഴിയുകയില്ല. ഏതെങ്കിലും തരത്തിൽ ഒരു കുട്ടി മോശമായിട്ട് പെരുമാറുകയോ പ്രതീക്ഷക്കൊത്ത് ഉയരുകയോ ചെയ്യുന്നില്ല എങ്കിൽ അതിന് പിന്നിൽ ഒരു അഡൽട്ട്, അല്ലെങ്കിൽ രക്ഷിതാവ്, അല്ലെങ്കിൽ അധ്യാപകർ, അല്ലെങ്കിൽ മറ്റാരോ മുതിർന്നവർ ഉണ്ട് എന്ന് നമ്മളൊക്കെ തിരിച്ചറിയണം. അതുകൊണ്ടാണ് പ്രസിദ്ധനായൊരു തത്വചിന്തകൻ പറഞ്ഞത്, ബിഫോർ യു ബ്ലെയിം യുവർ ചൈൽഡ്, ബി ഷുവർ യു ആർ നോട്ട് ദ ഒഫൻസ് ഓഫ് യു ആർ നോട്ട് ദ കോസ് ഓഫ് ദാറ്റ് ഒഫൻസ്. ഒരു കുട്ടിയെ നിങ്ങൾ ബിഫോർ യു ബ്ലെയിം ഓർ ബീറ്റ്, നിങ്ങൾ ശകാരിക്കുകയോ ശിക്ഷിക്കുകയോ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ മനസ്സിലാക്കണം, എന്ത്? യു ആർ നോട്ട് ദ കോസ് ഓഫ് ദാറ്റ് ഒഫൻസ്. നിങ്ങളല്ല ആ കുറ്റകൃത്യത്തിന് കാരണക്കാരി എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം, ഉറപ്പിച്ചിട്ട് വേണം ഒരു കുട്ടിയെ നമ്മൾ ശകാരിക്കാനോ തല്ലാനോ. അങ്ങനെ ചിന്തിച്ചാൽ നിങ്ങൾ ഓർത്തു നോക്കൂ, ഇന്ന് രാവിലെ മുതൽ ഈ സമയം വരെയായിട്ട് നമ്മൾ നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മുടെ കുഞ്ഞു മക്കളെ നമ്മൾ ശകാരിച്ചു, അല്ലെങ്കിൽ നമ്മൾ ശിക്ഷിച്ചിട്ടുണ്ട്. പല കാരണങ്ങളൊക്കെ ആയിരിക്കും. ആ കാരണങ്ങളൊന്ന് ഓർത്ത് നോക്കിയേ, അപ്പൊ മനസ്സിലാകും അതിൽ നമുക്കുള്ള റോൾ എന്താണ് എന്ന്. പലപ്പോഴും നമ്മൾ നമ്മുടെ റോള് മറന്നുകൊണ്ടോ അല്ലെങ്കിൽ അതിനെ മാനിക്കാതെയോ പരിഗണിക്കാതെയോ ആണ് നമ്മൾ കുട്ടികളുടെ മേലെ, കുട്ടികളുടെ ഷോൾഡറിൽ കുറ്റം ചാർത്തി നമ്മൾ അവരെ ഷൗട്ട് ചെയ്യുന്നത്, നമ്മളവരെ ശകാരിക്കുന്നത്, നമ്മളവരെ ശിക്ഷിക്കുന്നത്, നമ്മളവരെ താരതമ്യം ചെയ്യുന്നത്. അപ്പൊ എപ്പോഴും നമ്മൾ ഇത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ടാവുക, പരിഷ്കരിക്കേണ്ടി വരിക ഒരു രക്ഷിതാവിന്റെ ഭാഗത്ത് നിന്ന് മോഡിഫിക്കേഷൻ നടത്തേണ്ടതിനെ കുറിച്ചാണ്. കുട്ടികളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവേണ്ടത് അധ്യാപകരും രക്ഷിതാക്കളും കൂടിച്ചേർന്ന ഒരു സമൂഹം, അവർ തീരുമാനിച്ച് അതിനനുസരിച്ചിട്ട് അവരുടെ പ്രവർത്തനം ക്രമീകരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി പ്രതികരണവും പ്രതിപ്രവർത്തനവും പുരോഗതിയും ഉണ്ടാകുന്ന ഒരു വിഭാഗമാണ് കുട്ടികൾ. അതിൽ യാതൊരുവിധ സംശയവും ഇല്ല. ഇന്നലെ നിങ്ങൾ പത്രത്തിൽ വായിച്ചോ എന്ന് എനിക്കറിയില്ല, ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തു. 10ാം ക്ലാസ് പെൺകുട്ടി. ഓൺലൈൻ ചാനലിൽ നമ്മൾ വാർത്ത വായിച്ചു. ഞാൻ പറയുന്നു, ആ കുട്ടി ആത്മഹത്യ ചെയ്തിട്ടുണ്ട് എങ്കിൽ അതിന്റെ പിന്നിലുള്ള കാരണം മുതിർന്നവരായ ഒന്നുകിൽ കുട്ടിയുടെ അധ്യാപകർ, അല്ലെങ്കിൽ കുട്ടിയുടെ രക്ഷിതാക്കൾ, അല്ലെങ്കിൽ കുട്ടിയുടെ സൗഹൃദ വലയം. ആ കുട്ടിയിൽ അമിത വിശ്വാസം 10ാം ക്ലാസ് പരീക്ഷയുടെ റിസൾട്ടിന് ഒരു പക്ഷേ അടിച്ചേൽപ്പിച്ചിട്ടുണ്ടാവാം. കുട്ടിക്കാണെങ്കിൽ അത് നേടാൻ കഴിയാതെ പോകുമോ എന്ന ഭയം ആരോടും പങ്കുവെക്കാൻ കഴിയാതെ ഉണ്ടായിട്ടുണ്ടാവാം. ഈ ഒരു കാരണമില്ലാതെ ആ ഒരു കുട്ടി ആത്മഹത്യാ ടെൻഡൻസി ഉണ്ടാവാൻ യാതൊരു വിധ സാധ്യതയുമില്ല.
അപ്പൊ ഓർത്ത് നോക്കൂ, ആ കുട്ടിയിൽ ഓവർ എക്സ്പെക്ടേഷൻ കൊടുത്ത രക്ഷിതാക്കൾ, അമിത പ്രതീക്ഷ കൊടുത്ത അധ്യാപകർ, അവർ മുതിർന്നവരല്ലേ? അപ്പൊ അവരല്ലേ സത്യത്തിൽ അതിന്റെ പ്രതികൾ. അപ്പൊ ആ നിലയിൽ നമ്മൾ ഇഴകീറി പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, കുട്ടികളുമായി ബന്ധപ്പെട്ട ഒട്ടുമിക്ക കാര്യങ്ങൾക്കും പ്രതിസ്ഥാനത്തുണ്ടാവുക മുതിർന്നവരാണ്. മുതിർന്നവരുടെ കൂട്ടത്തിൽ അധ്യാപകരാവാം, രക്ഷിതാക്കളാവാം, കുട്ടികളുടെ സൗഹൃദ വലയത്തിൽപ്പെട്ടവരാകാം. ഏതായാലും രക്ഷിതാവ് നമ്മുടെ ടോപ്പിക്കിലുള്ള രണ്ടാമത്തെ ടേമാണ് രക്ഷിതാവ്. നമ്മളൊക്കെ ദുആ ചെയ്യുമ്പം ഉടയ തമ്പുരാനെ ലോക രക്ഷിതാവേ എന്ന് അഭിസംബോധനം ചെയ്തുകൊണ്ട് നമ്മൾ നമ്മുടെ ദൈവത്തെ വിളിക്കാറുണ്ട്. ഇനി രക്ഷാകർത്താവ് എന്നും പ്രയോഗമുണ്ട്. കർത്താവ് ഈശ്വരൻ. സത്യത്തിൽ ഈശ്വരനും ദൈവത്തിനും ഉടയ തമ്പുരാനുമുള്ള ഒരു പര്യായ വാക്കാണ് നമ്മൾ ഒരു കുട്ടിയുടെ അമ്മ, അച്ഛൻ, ഉപ്പ, ഉമ്മ എന്ന നിലയിൽ നമ്മുടെ യോഗ്യതയായി, നമ്മുടെ വിളിപ്പേരായി നമ്മൾ ചേർത്തിട്ടുള്ളത്. എൻ്റെ കുട്ടിക്ക് സ്കൂളിൽ ചേർക്കുമ്പോൾ ഞാനാണ് കുട്ടിയുടെ രക്ഷിതാവ്, ഞാനാണ് കുട്ടിയുടെ രക്ഷാകർത്താവ്. ആ വാക്ക് ഒരർത്ഥത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത്, പ്രയോഗത്തിൽ വന്നിട്ടുണ്ടാവുക ആ വാക്കിന്റെ അർത്ഥത്തിൽ നിന്നെങ്കിലും അതിന്റെ ഉത്തരവാദിത്തം നമുക്ക് ബോധ്യപ്പെടട്ടെ, അല്ലെങ്കിൽ അതിന്റെ ഉത്തരവാദിത്ത ബോധം, അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കട്ടെ എന്ന് കരുതി മുമ്പ് ഏതോ മഹാൻ നമുക്ക് ചാർത്തി തന്ന ഒരു പേരാണ് രക്ഷിതാവ് അല്ലെങ്കിൽ രക്ഷാകർത്താവ് എന്നത്. സത്യത്തിൽ ആഴത്തിൽ നമ്മളത് ചിന്തിക്കുകയാണെങ്കിൽ ഓർത്തു നോക്കൂ, നമ്മുടെ ഉത്തരവാദിത്വത്തിന്റെ വലുപ്പം എത്രയാണെന്ന്. നമ്മുടെ രക്ഷിതാവ് ആരാണെന്ന് ചോദിച്ചാൽ നമ്മൾ ആരാ പറയുക? അള്ളാഹു എന്ന് പറയും. രക്ഷാകർത്താവ്, കർത്താവ് ആരാണെന്ന് ചോദിച്ചാൽ ഓരോരുത്തരും അവരവരുടെ ഈശ്വരനെ പറയും. ആരാണ് കർത്താവ്? ആരാണ് ഈശ്വരൻ? ആരാണ് രക്ഷിതാവ്? ഒരു കണ്ടീഷനുമില്ലാതെ, വ്യവസ്ഥകളൊന്നുമില്ലാതെ അൺകണ്ടീഷണലായിട്ട് നമ്മെ സ്നേഹിക്കുകയും നമുക്ക് വേണ്ടതൊക്കെ തരികയും ചെയ്യുന്ന ഉടയ തമ്പുരാന്റെ പേരാണ് രക്ഷിതാവ്. നിങ്ങൾ ഓർത്തു നോക്കൂ, നമുക്ക് നമ്മുടെ രക്ഷാകർത്താവ് തന്ന നാവ്, തന്ന കണ്ണ്, തന്ന കൈകാലുകൾ എന്തിനാണ്? നല്ലത് മാത്രം ചെയ്യാനാണ്, നല്ലത് മാത്രം കാണാനും പറയാനും ചെയ്യാനുമാണ്. എന്നാൽ ഞാൻ ഇന്ന് രാവിലെ തൊട്ട് ഈ സമയം വരെ എൻ്റെ നാവ് കൊണ്ട് എന്തൊക്കെ വേണ്ടാത്തത് പറഞ്ഞു, എൻ്റെ കണ്ണുകൊണ്ട് എന്തൊക്കെ വേണ്ടാത്തത് കണ്ടു, എൻ്റെ കൈകാലുകൾ കൊണ്ട് എന്തൊക്കെ വേണ്ടാത്തത് ചെയ്തു. എന്നിട്ടും അതിൻ്റെ ശക്തി ഉടയ തമ്പുരാൻ തിരിച്ചു വാങ്ങുന്നില്ല. ശരിക്കും നമ്മൾ മനസ്സിലാക്കണം, രക്ഷിതാവ് നമ്മളിൽ നിന്ന് തിരിച്ചു വാങ്ങുന്നില്ല. എന്തുകൊണ്ടാ? വാങ്ങാൻ കഴിയാത്തത് കൊണ്ടാണ്. ദൈവത്തിന് നമ്മുടെ ഈ സൗന്ദര്യവും ഈ കഴിവും ഈ ശക്തിയും തിരിച്ചെടുക്കാൻ കഴിയാത്തത് കൊണ്ടാണ്? ഒരിക്കലുമല്ല. അത് കൃപയാണ്. കൃപ, ലവ് ആൻഡ് അഫെക്ഷൻ ആണ്. അതങ്ങനെ നമുക്ക് വാരിക്കോരി തരികയാണ്. ഒരു കണ്ടീഷനുമില്ല. നീ നല്ലത് ചെയ്താലേ നിനക്ക് കണ്ണിന് കാഴ്ച തരൂ, നീ നല്ലത് ചെയ്യുമെങ്കിൽ മാത്രമേ നിനക്ക് ഭക്ഷണമുള്ളൂ, നിനക്ക് വെള്ളമുള്ളൂ എന്നൊന്നുമില്ല. അൺകണ്ടീഷണൽ ലവ് ആണ്. ഇതുപോലെയുള്ള സ്നേഹം നമുക്ക് നമ്മുടെ മക്കൾക്ക് നൽകാൻ ഉത്തരവാദിത്തമുണ്ട് എന്ന ഓർമ്മപ്പെടുത്തലാണ് നമ്മുടെ പേര് രക്ഷിതാവ് അല്ലെങ്കിൽ രക്ഷാകർത്താവ് എന്ന കോളത്തിൽ ആപ്ലിക്കേഷൻ ഫോമിൽ ഒപ്പുവെക്കുമ്പോൾ നമുക്കുണ്ടാവേണ്ടത്. എന്നാൽ നമ്മുടെ സ്നേഹം പലപ്പോഴും എങ്ങനെയായി പോകാറുണ്ട് നിങ്ങൾ ഓർത്തു നോക്കിയേ. പലപ്പോഴും കണ്ടീഷണലാണ്. പരീക്ഷയ്ക്ക് ഇത്ര മാർക്ക് വാങ്ങിയാൽ, നീ രാവിലെ എഴുന്നേറ്റാൽ, നീ അയൽവക്കത്തെ കുട്ടിയെ പോലെ പഠിച്ചാൽ, ഇങ്ങനെ തുടങ്ങി പോകുന്നു നമ്മുടെ വ്യവസ്ഥകൾ, നമ്മുടെ കണ്ടീഷൻസ്. ഈ കണ്ടീഷനുകളെ വെച്ചുകൊണ്ട് നമ്മൾ പലപ്പോഴും നമ്മുടെ മക്കളുമായി സ്നേഹബന്ധം, ആശയവിനിമയം കൈമാറ്റം ചെയ്യപ്പെടുമ്പോൾ അവിടെ സ്വാഭാവികമായിട്ടും ഒരു ദാരിദ്ര്യം, ഒരു വരൾച്ച അല്ലെങ്കിൽ ഒരു മുരടിപ്പ് സാധ്യത എപ്പോഴും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് നിരുപാധികം മക്കളെ സ്നേഹിക്കാനും മക്കളുമായി അറ്റാച്ച്ഡ് ആവാനുമുള്ള ഒരു ശേഷി, ഒരു കഴിവ്
നമ്മൾ ഓരോരുത്തരും നേടിയെടുക്കണം എന്നതാണ് രക്ഷിതാവ് എന്ന വാക്കിന്റെ ഒരു ധ്വനി. ഞാൻ നീട്ടിപ്പോകുന്നില്ല, ഞാനത് അവിടെ ഞാൻ നിർത്തുകയാണ്. ഇനി അത് ഇംഗ്ലീഷിൽ പാരന്റ് എന്ന് പറയും, ഗാർഡിയൻ എന്ന് പറയും, ഫാദർ മദർ എന്ന് പറയും, മലയാളത്തിൽ ഞാൻ ഈ പറഞ്ഞ വാക്കുകൾ പറയും. ഏത് പറഞ്ഞാലും അതിനൊക്കെ അത്തരം അർത്ഥതലങ്ങൾ നമുക്ക് കണ്ടെത്താൻ കഴിയും. ഏതായാലും നമുക്ക് സ്കൂൾ തുറക്കലുമായി കണക്ട് ചെയ്തുകൊണ്ട് ഒരു നല്ല രക്ഷിതാവിന് എന്തൊക്കെ കഴിവുകൾ, എന്തൊക്കെ ഹാബിറ്റ്സ്, ശീലങ്ങൾ ഉണ്ടാവണമെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് ഓടിച്ചു വിടാം. ഏറ്റവും പ്രധാനപ്പെട്ട 3 ശീലങ്ങളാണ് നമ്മുടെ രക്ഷിതാക്കൾക്ക് സ്കൂൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് കണക്ട് ചെയ്ത് നമുക്ക് ഉണ്ടാവേണ്ടത്. അത് നോർമലി ജീവിതകാലം മുഴുവനും കൊണ്ടു നടന്നാൽ വളരെ സന്തോഷമായി. ഇപ്പോൾ തന്നെ പ്രാക്ടീസ് തുടങ്ങിയാൽ അതിലേറെ സന്തോഷമായി. ഞാൻ സ്ലൈഡൊക്കെ പ്രിപ്പയർ ചെയ്തിരുന്നു ഷോ ചെയ്യാൻ വേണ്ടി, പക്ഷേ പങ്കുവച്ചിരുന്നു. അപ്രതീക്ഷിതമായ ഒരു തടസ്സം നേരിട്ടത് കൊണ്ട് സ്ലൈഡ് എനിക്ക് ഷോ ചെയ്യാൻ കഴിയില്ല, സോറി. ഏതായാലും ഇങ്ങനെ പറഞ്ഞു പോകാം. ഒരു 1 വേ ടോക്ക് ആയതുകൊണ്ട്, കോവിഡ് മുതൽ ഇങ്ങോട്ട് ഇത്തരം ടോക്കുകൾ പ്രസന്റ് ചെയ്യുന്നത് കൊണ്ട് ഇപ്പം മടുപ്പില്ല. എന്നെ കേൾക്കുന്നവർ ആത്മാർത്ഥമായി കേൾക്കുന്നുണ്ടാകും. 202-ാമത്തെ എപ്പിസോഡിൽ അത്രയും പരിശീലനം നേടിയത് കൊണ്ട് തന്നെ ജോലിക്കിടയിലും മറ്റൊക്കെ എല്ലാവരും ഭംഗിയായി കേൾക്കുന്നുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ആരോടും ക്യാമറയൊന്നും ഓൺ ചെയ്യാൻ പ്രത്യേക നിർദ്ദേശങ്ങളൊന്നും ആരും തന്നിട്ടില്ല, ഞാനും തരുന്നില്ല. സാധാരണ നമ്മൾ സ്കൂളിലൊക്കെ മീറ്റിങ്ങുകൾ കണ്ടക്ട് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടില്ലാത്തവരോട് ക്യാമറ ഓൺ ചെയ്യാൻ പറയാറുണ്ട്. കാരണം ചെറിയൊരു സമാധാനത്തിന് വേണ്ടിയാണ്. അപ്പൊ ഇടയ്ക്ക് നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാകുന്നത് തമ്പിലൂടെയും ഇമോജിയിലൂടെ ഒക്കെ ചാറ്റ് ബോക്സിൽ മെസ്സേജ് വന്നാൽ അത് നമുക്കൊരു സന്തോഷമാണ്. ഇപ്പൊ നിങ്ങൾ വാട്സപ്പ് അഡ്മിൻ പോസ്റ്റ് ഓൺലി ഗ്രൂപ്പുകളിൽ പോലും കഴിഞ്ഞ 5-6 മാസത്തിനിപ്പുറം വാട്സപ്പ് അപ്ഡേഷൻ കൊണ്ടുവന്നു. എന്താണ് അപ്ഡേഷൻ? റിയാക്ഷൻ കൊടുക്കാൻ പറ്റും, റിയാക്ഷൻ ഇമോജി കൊടുക്കാൻ പറ്റും അഡ്മിൻ പോസ്റ്റ് ഓൺലി ആണെങ്കിൽ പോലും. എന്താണ് അതിന്റെ രഹസ്യം? ആ റിയാക്ഷൻ ഇമോജി കൊടുക്കുമ്പോഴാണ് അഡ്മിൻ പോസ്റ്റ് ഓൺലി ആയ ഗ്രൂപ്പിൽ ഇട്ട മെസ്സേജ് ലൈവ് ആകുന്നത്. അല്ല, അഡ്മിൻ പോസ്റ്റ് ഓൺലി ഞാൻ അഡ്മിൻ ആണ്, അപ്പൊ ഞാനൊരു വോയിസ് മെസ്സേജ് ഇട്ടു, ആരും ഒന്നും പ്രതികരിക്കുന്നില്ല, എത്ര പേര് കണ്ടു, എത്ര പേര് കേട്ടു എന്നൊന്നും എനിക്കൊരു ധാരണയില്ല. അതേ സമയത്ത് അതിന് ഇമോജി ലൈക്ക് ആയിട്ടോ ഡിസ്ലൈക്ക് ആയിട്ടോ അല്ലെങ്കിൽ തിങ്കിങ് ആയിട്ടോ ഏതെങ്കിലും തരത്തിൽ വരുമ്പോൾ നമുക്കിടയിൽ ഒരു 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 ടച്ച് ഫീൽ ചെയ്യും. ഇരിക്കട്ടെ. അപ്പോൾ ടെക്നോളജിയിലുള്ള കോൺവെർസേഷനിൽ പോലും നമുക്ക് ലൈവ് ആകാനുള്ള അവസരങ്ങൾ അപ്ഡേറ്റഡ് ആവുന്നുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ഒരു കാര്യം. ഇനി 5 വർഷം കഴിയുമ്പോൾ ഞാനിപ്പോൾ നിങ്ങളെ കാണുന്നില്ല, നിങ്ങൾ എന്നെ കാണുന്നുണ്ട്, നിങ്ങളും വീഡിയോ ഓൺ ചെയ്ത് ഞാൻ നിങ്ങളെ കാണും. ഇനി 5 വർഷം കഴിയുമ്പോൾ നമ്മുടെ ഈ കാണൽ നമുക്ക് സ്ക്രീനിൽ തൊട്ടാൽ സ്പർശനത്തിന്റെ ഫീലിംഗ് ലഭിക്കുന്ന തരത്തിലേക്കുള്ള അന്വേഷണങ്ങളും പരീക്ഷണങ്ങളും നടക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. അതൊക്കെ ഓർത്തു നോക്കാൻ പോലും നമുക്ക് കഴിയില്ല. അപ്പൊ ആ ഒരു കാലഘട്ടത്തിലേക്കുള്ള മക്കളെ തയ്യാറാക്കുന്ന വലിയ ജോലിയാണ് രക്ഷിതാക്കളായ നമ്മൾ നിർവഹിക്കുന്നത് എന്ന ബോധം നമുക്ക് വേണം. AI ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കടന്നുവരവോടുകൂടി ലോകം മൊത്തം മാറി, എല്ലാ നിലക്കും മാറി, എല്ലാം കസ്റ്റമൈസ്ഡ് ആയിക്കൊണ്ട് എല്ലാ കാര്യങ്ങളും മാറി. അപ്പൊ ഏതായാലും നമുക്ക് ആ ക്വാളിറ്റിയിലേക്ക് പോകാം. അപ്പൊ രക്ഷിതാവെന്ന നിലയിൽ വളരെ പ്രധാനപ്പെട്ട 3 സ്കില്ല് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. അത് അക്കാഡമിക് ഇയറിനോട് കണക്ട് ചെയ്തുകൊണ്ട് ഞാൻ പറയുന്നത് മാത്രം. ഏതെങ്കിലും നിലക്ക് 202 ടോപ്പിക്കൊക്കെ ആഴ്ചകളൊക്കെ നടക്കുന്ന ഒരു ചടങ്ങ് ആയതുകൊണ്ട് മിക്കവാറും ചില കാര്യങ്ങളൊക്കെ റിപ്പീറ്റേഷൻ ആവാൻ ചാൻസ് ഉണ്ട്. അത്തരം റിപ്പീറ്റേഷൻ വല്ലതും വന്നെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക, അത് സൂചിപ്പിക്കുക പിന്നീട്. ഏതായാലും നമ്മുടെ വിഷയത്തിലേക്ക് വരാം. രക്ഷിതാക്കളായ നമുക്ക് ഉണ്ടായിരിക്കേണ്ട 3 സ്കില്ല്, ഹാബിറ്റ്, അതിന് നമുക്ക് വയ എന്ന് ചുരുക്കി പറയാം. VIA. നമ്മൾ പറയാറുണ്ട് ഇപ്പോൾ അഡ്രസ്സ് എഴുതുമ്പോൾ വയ, പിന്നെ കാസർഗോഡ് ഉടുപ്പി വയ. വയ എന്ന് പറഞ്ഞാൽ വേ, ത്രൂ, പാസേജ് എന്നൊക്കെയാണ് അർത്ഥം, വഴി എന്നാണ് അർത്ഥം. അപ്പൊ നമുക്ക് നോക്കാം. ഉവി, ഉവി, വാല്യൂ, വാല്യൂവിംഗ് നാച്ചർ, വാല്യൂവിംഗ് നാച്ചർ. ഞാൻ കൂടാതെ ഒരാൾ കൂടി ക്ലാസ് എടുക്കുന്നുണ്ട്. ഹോസ്റ്റ് ഒന്ന് ക്ലിയർ ആയില്ല, ഒന്നും കൂടെ പറയോ?
വാല്യൂയിങ് നാച്ചർ, വാല്യൂ, നമ്മൾ മൂല്യം കൽപ്പിക്കുന്ന സ്വഭാവം നമുക്ക് വേണം. എന്തിനു മൂല്യം കൽപ്പിക്കണം? നമ്മുടെ കുഞ്ഞുങ്ങളെ, അവരുടെ വ്യക്തിത്വത്തെ നമ്മൾ മൂല്യം കൽപ്പിക്കണം. നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, കുട്ടികളല്ലേ, എത്ര മതി, കുട്ടികളല്ലേ, അവർക്കെന്ത് തിരിയാനാ, അവർക്കെന്ത് മനസ്സിലാവാനാ, നീ കുട്ടിയാണ്, നീ ഇത് ശ്രദ്ധിക്കണ്ട, അല്ലെ നിനക്കെന്താ ഇതിൽ കാര്യം, നീ പോയി പഠിച്ചോ. ഇങ്ങനെയുള്ള ടോക്കുകൾ പരമാവധി നമ്മൾ കുറച്ച്, അവരുടെ പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞാൽ ഒരു അപാരമാണ്, യുണീക്കാണ്. 2-3 വർഷം മുമ്പ് സ്കൂളിൽ നിന്ന് KG സെക്ഷനിൽ പഠിക്കുന്ന ഒരു കുട്ടി അവരുടെ ആക്ടിവിറ്റീസിനിടയിൽ എന്നോട് ചോദിക്കുകയാണ്, സർ, നമ്മൾ ഈ ചെറിയ കളകള് പിന്നെ ഗ്രൗണ്ടിന് ചുറ്റും വളർന്ന കാടുകൾ കാണിച്ചിട്ട് ചോദിക്കുകയാണ്, ഈ കളകൾക്കൊക്കെ ആരാണ് വെള്ളം ഒഴിക്കുന്നത്? വെള്ളം ഒഴിക്കാതെ ഇതൊക്കെ ഇത്ര ഉഷാറായിട്ട് വളരുന്നുണ്ടല്ലോ. എൻ്റെ വീട്ടിൽ ഉമ്മ എല്ലാ ദിവസവും ചെടിക്ക് വെള്ളം ഒഴിച്ചിട്ട് അത് വളരുന്നുമില്ല, ചിലപ്പോൾ അത് ഉണങ്ങിപ്പോകുന്നു. ഒരു ചെറിയ കുട്ടിയുടെ ക്യൂരിയോസിറ്റി നിറഞ്ഞ ഒരു സംഭാഷണ ശകലമാണത്. ശരിയല്ലേ? നിങ്ങൾ ഓർത്തു നോക്കിയേ, നമ്മളൊരു ഗ്രീൻ കാർപ്പറ്റ് നമ്മുടെ വീട്ടിൽ സെറ്റ് ചെയ്യണമെങ്കിൽ എത്രത്തോളം ഉഴുതുമറിച്ച് നമ്മൾ വെള്ളം നനച്ച് സെറ്റാക്കിയാലും അത് ചില ഭാഗങ്ങൾ ഉണങ്ങിപ്പോകും. എന്നാൽ പാറപ്പുറത്ത് ഒരാളും വെള്ളം നനക്കാതെ എത്ര നല്ല ഗ്രീനറി പിന്നെ ഡെവലപ്പായി വരുന്നു. അപ്പം നമ്മുടെ വിഷയം അതല്ല. ഞാൻ പറയുന്നത്, അത്രയും നമ്മുടെ ഒരു ലിസണർ ആകുമ്പോൾ, നമ്മുടെ ഒരു കുട്ടിയുടെ ചോദ്യത്തിനെ അല്ലെങ്കിൽ സംഭാഷണത്തിനെ വാല്യൂ ചെയ്യുമ്പോൾ നമുക്കിങ്ങനെ കുറേ കാര്യങ്ങൾ പഠിക്കാൻ കഴിയും അവരുടെ സംസാരത്തിൽ നിന്ന്. നമ്മൾ കുട്ടികളുമായി ബന്ധപ്പെട്ട എല്ലാറ്റിനെയും നമ്മൾ വാല്യൂ ചെയ്യണം. കുട്ടികളുടെ വ്യക്തിത്വത്തെ വാല്യൂ ചെയ്യണം, കുട്ടിയുടെ സ്കൂളിനെ നമ്മൾ വാല്യൂ ചെയ്യണം, കുട്ടിയുടെ പിന്നെ പേഴ്സണാലിറ്റിയെ നമ്മൾ വാല്യൂ ചെയ്യണം, കുട്ടിയുടെ അധ്യാപകരെ നമ്മൾ വാല്യൂ ചെയ്യണം, മൂല്യം കൽപ്പിക്കണം. മൂല്യം, വാല്യൂ, പ്രൈസ് രണ്ടും രണ്ടാണ്. ഞാനിപ്പോൾ നിങ്ങൾക്ക് ഈ ഓൺലൈൻ ഈ ഒരു കോൺവെർസേഷൻ നടത്തുമ്പോൾ നിങ്ങൾ ഒരു പക്ഷേ എനിക്ക് 2000-ഓ 3000-ഓ അല്ലെങ്കിൽ 5000-ഓ 10,000-ഓ രൂപ ക്യാഷ് ആയിട്ട് എനിക്ക് തന്നാൽ അത് പ്രൈസ് മാത്രമാണ്. അതേസമയത്ത് അതിന്റെ മുകളിലാണ് വാല്യൂ. ഈ ക്ലാസ്സിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിയ നോളജ് എത്രത്തോളം ഒരു ഉൾക്കാഴ്ച, അത് വാല്യൂ ആണ്. അത് നമുക്ക് പ്രൈസ് കൊണ്ട് നിശ്ചയിക്കാൻ കഴിയില്ല. ഒരു കുട്ടിക്ക് കളിപ്പാട്ടം, നമ്മൾ 10 രൂപയുടെ കളിപ്പാട്ടം വാങ്ങിക്കൊടുത്താൽ ആ കളിപ്പാട്ടത്തിന്റെ വില 10 രൂപയാണ്. പക്ഷെ അതിന്റെ വാല്യൂ, ആ കുഞ്ഞിന്റെ മനസ്സിൽ ഉണ്ടാക്കുന്ന സന്തോഷം, അതിന് 10 രൂപയല്ല. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ കുട്ടികളുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങൾക്കും നമ്മൾ വാല്യൂ കൽപ്പിക്കണം, മൂല്യം കൽപ്പിക്കണം, പ്രാധാന്യം കൽപ്പിക്കണം. ഇപ്പോൾ സ്കൂൾ തുറക്കാനായി, കുട്ടികൾക്ക് ബാഗ് വാങ്ങണം, കുട വാങ്ങണം, പുസ്തകം വാങ്ങണം, യൂണിഫോം വാങ്ങണം, മെസ്സേജുകൾ ഗ്രൂപ്പിലും മറ്റൊക്കെ ടീച്ചേഴ്സ്, പ്രിൻസിപ്പൾസ് ഒക്കെ അയക്കുന്ന ഒരു സമയമാണ്. നമുക്ക് എന്തെങ്കിലും കാരണം കൊണ്ട് പ്രയാസം ഉണ്ടാവാം. ഒരു പക്ഷേ സാമ്പത്തിക പ്രതിസന്ധി കൊണ്ട് യൂണിഫോം വാങ്ങുന്നതിന് പ്രയാസമുണ്ട്. കഴിഞ്ഞ വർഷം ലാസ്റ്റ് ടൈമിൽ വാങ്ങിയ യൂണിഫോം ഉണ്ടായിക്കോട്ടെ, കുഴപ്പമില്ല, ഓക്കെ. നമ്മൾ ആ വിഷയം കുട്ടിയെ ബോധ്യപ്പെടുത്തി നമ്മൾ അതിന്റെ കാര്യം മനസ്സിലാക്കി കൊടുക്കുന്നതിന് പകരം, എന്ത് യൂണിഫോം, സ്കൂൾ തുറക്കുമ്പോൾ എല്ലാം യൂണിഫോമാ, സ്കൂൾ തുറക്കുമ്പോൾ എല്ലാം കൊടയാ. ഉമ്മയെല്ലാം പഠിക്കുമ്പോൾ ഒരു കൊട പോലും വാങ്ങി തന്നിട്ടില്ല. ഇത്താത്ത ഉപയോഗിച്ച തുരുമ്പ് പിടിച്ച കാലുള്ള കൊടയാണ് നമ്മളൊക്കെ ഉപയോഗിച്ചത്. ഇങ്ങനെയുള്ള ഗീർവാണ പ്രഭാഷണങ്ങൾ ചിലപ്പോഴെങ്കിലും നമ്മൾ നമ്മുടെ മക്കൾക്ക് നൽകാറുണ്ട്. അത് അബദ്ധമാണ്. അത് കുട്ടിയുടെ ആവശ്യങ്ങളെ വാല്യൂ ചെയ്യാത്തതിന് പ്രശ്നമാണ്. അതോടൊപ്പം നമ്മുടെ മെന്റൽ സ്ട്രെസ്സും, നമുക്ക് പൈസ ഇല്ല എന്നത്, ഓക്കെ, പൈസ ഇല്ല എന്നത് വളരെ കൃത്യമായി നിങ്ങൾ കുട്ടിക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താൽ ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു, ഒരു 3 വയസ്സ് മുതലുള്ള കുട്ടികൾ അത് അംഗീകരിക്കും. അവർ ബുദ്ധിമുട്ടിക്കില്ല, അവരെ നമുക്ക് കൺവേ ചെയ്യാൻ കഴിയും. അവിടെ നമ്മൾ വാല്യൂ ചെയ്തുകൊണ്ടായി നമ്മുടെ കോൺവെർസേഷൻ. അല്ല എങ്കിൽ നമ്മുടെ കോൺവെർസേഷൻ കുട്ടിയെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തുകൊണ്ട്, കുട്ടിയുടെ ആവശ്യത്തെ സപ്രസ് ചെയ്തുകൊണ്ടായി. ഏതായാലും ഇത് നമ്മൾ വാല്യൂ നാച്ചർ എത്രത്തോളം നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ കഴിയുമോ അത്രത്തോളം. ചുരുക്കത്തിൽ കുട്ടിയുടെ മുന്നിൽ വെച്ച് നമ്മൾ ആരെയും, കുട്ടിയുമായി ബന്ധപ്പെട്ട സ്കൂള്, അധ്യാപകര്, കുട്ടിയുടെ ആവശ്യങ്ങൾ, ഇതിനെയൊന്നും നമ്മൾ വില കുറച്ച് കാണാതെ അവരെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ആ ആവശ്യ നിർവഹണത്തിന് കഴിയുന്ന രീതിയിൽ അവരോട് പ്രതികരിക്കുന്നതിന്
നമുക്ക് വാല്യൂയിങ് നാച്ചുർ എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. കുട്ടി മീറ്റിംഗ് ഉണ്ട് ഉപ്പ എന്ന് പറയാണ്, അത് ഉമ്മാനെ കുട്ടി പോയിക്കോ, ഞാൻ എന്താ മീറ്റിങ്ങിന് വരണ്ടേ, ഉപ്പാക്ക് പണിയില്ലേ. അവിടെ നമ്മൾ വാല്യൂ ചെയ്യാതെയായി. അതേ സമയത്ത് മോനെ ഉപ്പാക്ക് നല്ല തിരക്കുള്ള ജോലിയുണ്ട്, നാളെ ഓഫീസിൽ പോണം, ഉമ്മ വരും, ഉപ്പ 2 ദിവസം കൊണ്ട് ഓഫ് ഡേ കണ്ടെത്തിയിട്ട് എന്തായാലും മോന്റെ ടീച്ചറെ വന്ന് കാണും എന്ന് പറഞ്ഞു നോക്കിയേ, ഭയങ്കര സന്തോഷമായിരിക്കും കുട്ടിക്ക്. പകരം നമ്മൾ ചില ട്യൂണുകൾ നമ്മൾ ഒന്ന് റീട്യൂൺ ചെയ്താൽ, ഒന്നുകൂടി റീവൈൻഡ് ചെയ്താൽ കുട്ടികൾക്ക് കൊടുക്കാൻ കഴിയുന്ന ഒരു ഫീലിങ്ങിനെയാണ് ഞാൻ ഈ വാല്യൂ നാച്ചുറൽ കൊണ്ട് ഉദ്ദേശിച്ചത്. അതിന്റെ തുടർച്ച ബാക്കി നിങ്ങളത് പൂരിപ്പിക്കുക. ഒരുപാട് അത് പറയാൻ കഴിയും, സമയം ഏതാണ്ട് അവസാനിക്കാറായിട്ടുണ്ട്. അതേപോലെ തന്നെ രണ്ടാമത്തെ ഒരു കാര്യമാണ് ഇൻസ്പയറിംഗ് നാച്ചുറൽ. ഇൻസ്പയറിംഗ് നാച്ചുറൽ എന്താണ്? ഇൻസ്പയറിംഗ് നാച്ചുറൽ എന്ന് പറഞ്ഞാൽ പ്രചോദിപ്പിക്കുക, നമ്മൾ കുട്ടികളെ പ്രചോദിപ്പിക്കുക, അവരെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു 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 നാച്ചുറൽ. പ്രോത്സാഹനം എന്നതിനേക്കാളും പ്രചോദനം, അതൊക്കെ അതിനൊക്കെ ഡിഫറെന്റ് മീനിങ് ഉണ്ട്. പ്രോത്സാഹന സമ്മാനം നമ്മൾ കാണാറുണ്ട്, പള്ളിയിൽ നബിദിനത്തിന് പാടിയ എല്ലാ കുട്ടികൾക്കും ഒരു ഗ്ലാസ്, അത് പ്രോത്സാഹന സമ്മാനമാണ്. അതേസമയത്ത് കഴിഞ്ഞ ആഴ്ച ഒരു വൈറലായ ഒരു വീഡിയോ കണ്ടു, സ്ഥലം ഞാൻ മറന്നു, ഔട്ട് ഓഫ് സ്റ്റേറ്റ് ആണെന്ന് മനസ്സിലാക്കുന്നത്, അല്ല നമ്മുടെ കേരളത്തിൽ തന്നെയാണെന്ന് തോന്നുന്നു. പെട്ടെന്ന് കുട്ടി സ്റ്റേജിൽ നിന്ന് പ്രോഗ്രാം അവതരിപ്പിക്കുമ്പോൾ കുട്ടി സ്റ്റക്കായി പോയി. അപ്പോൾ ഉടനെ തന്നെ കുട്ടിയെ പഠിപ്പിക്കുന്ന അധ്യാപകർ സ്റ്റേജിൽ കയറിയിട്ട് കുട്ടിയോടൊപ്പം ഡാൻസ് ചെയ്ത് ആ കാര്യം മുഴുമിപ്പിച്ചു, പൂർത്തിയാക്കി. നിങ്ങൾ കണ്ടോ എന്ന് എനിക്കറിയില്ല, ഞാൻ ആ വീഡിയോസ് ഒക്കെ എൻ്റെ പിന്നെ ഷെയറിംഗിൽ അറ്റാച്ച് ചെയ്തിരുന്നു, പക്ഷേ സോറി, അൺലക്കിലി ഐ ആം നോട്ട് ഏബിൾ ടു ഷോ ഇറ്റ്. അപ്പം ഞാൻ പറഞ്ഞത് അതാണ് പ്രചോദനം, അത് പ്രോത്സാഹനമല്ല. പ്രോത്സാഹനത്തിൻ്റെയും മുകളിലുള്ള ഒരു ഒരു സ്റ്റെപ്പാണ് പ്രചോദനം, ഇൻസ്പിരേഷൻ. പ്രോത്സാഹനത്തിന് മോട്ടിവേഷൻ എന്ന് പറയാം, ഇൻസ്പിരേഷൻ. ഓരോ വാക്കിലും അതിൻ്റെതായ ഡിഫറെന്റ് മീനിങ്ങുകൾ ആഴത്തിൽ പോയാൽ നമുക്ക് കാണാൻ കഴിയും. അതെ, അത് കേരളത്തിലാണ്, സ്ഥലം ഞാൻ ഓർക്കുന്നില്ല, ഞാനൊരു വീഡിയോയിൽ കണ്ടോ, വീഡിയോ ഡൗൺലോഡ് ചെയ്ത് വെച്ചേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു. അപ്പൊ ഇൻസ്പയറിംഗ് നാച്ചുറൽ എന്ന് പറഞ്ഞാൽ അവിടെയും നമ്മളിത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ചെയ്യണം. ഞാൻ ഓർക്കുന്നുണ്ട്, ഒരു 4-5 വർഷം മുമ്പ് ഒരു കുട്ടി വീട്ടിൽ പോയിട്ട് പറഞ്ഞു, സാർ ഇന്ന് എൻ്റെ ഗുഡ് മോർണിംഗിന് റിപ്ലൈ പറഞ്ഞില്ല എന്ന്, എന്നെക്കുറിച്ച് എൻ്റെ ഗുഡ് മോർണിംഗിന് സാർ റിപ്ലൈ പറഞ്ഞില്ല എന്ന്. സ്വാഭാവികമായിട്ടും പ്രിൻസിപ്പളാണ്, വരാന്തയിലൂടെ നടക്കുമ്പോൾ പിന്നെ ഇന്റർവെൽ ടൈമിലോ മറ്റോ കുട്ടികളുടെ എന്താ പറയാ, ഒരുമിച്ച് കുട്ടികൾ പാസേജിലൂടെ കടന്നു പോകുമ്പം എൻ്റെ അശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവാം, ഞാൻ ശ്രദ്ധിക്കാതെ പോയിട്ടുണ്ടാവാം. പക്ഷെ എനിക്ക് എൻ്റെ ഓർമ്മയിൽ അങ്ങനെയൊന്നും ഇല്ല. പരമാവധി ഞാൻ കുട്ടികൾക്ക് ഐ കോണ്ടാക്ട് കൊടുക്കുന്നു എന്ന ഒരു അഹങ്കാരമൊക്കെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അപ്പൊ കുട്ടി വീട്ടിൽ പോയിട്ട് ഉമ്മാനോട് ഇങ്ങനെ പിന്നെ സങ്കടം പറഞ്ഞു. 1-2 ആഴ്ച കഴിഞ്ഞപ്പോൾ മീറ്റിങ്ങിന് വന്നപ്പോൾ വളരെ ഹെസിറ്റേറ്റ് ചെയ്തുകൊണ്ട് രക്ഷിതാവ് എന്നോട് പറയാ, സാർ എൻ്റെ മോൻ ഇങ്ങനെ ഒരു ദിവസം പറഞ്ഞിരുന്നു. അപ്പം ഞാൻ ആ കുട്ടിയോട്, രക്ഷിതാവിനോട് പറഞ്ഞു, നിങ്ങൾ ആ സ്പോട്ടിൽ എന്നെ അറിയിക്കണ്ടേ, ഏതായാലും സാരമില്ല, ഒരാഴ്ച കഴിഞ്ഞെങ്കിലും മോനെ വിളിക്കുമെന്ന് പറഞ്ഞു. മോനെ വിളിച്ചു. മോൻ അപ്പോഴും അതിൽ ഉറച്ചു നിൽക്കുകയാണ്. പിന്നെ എനിക്ക് വേറെ വഴിയില്ല, ഞാൻ ആ കുറ്റം സമ്മതിച്ചു, ഞാൻ അവരോട് സോറി പറഞ്ഞു. അപ്പം സത്യത്തിൽ ആ കുട്ടി ആഗ്രഹിക്കുന്ന ഒരു പ്രചോദനം, സർ ഗുഡ് മോർണിംഗ് സർ എന്ന് പറയുമ്പോൾ ഹായ് ഗുഡ് മോർണിംഗ് എന്ന ഒരു റിപ്ലൈ കുട്ടിക്ക് എവിടെയോ എന്തോ ഒരു സന്തോഷം കൊടുക്കുന്നുണ്ട്. ഇത് തിരിച്ചറിയാൻ എനിക്ക് കഴിയണം, രക്ഷിതാവ് എന്ന രീതിയിൽ, അധ്യാപകൻ എന്ന നിലയിൽ. ഇത് തിരിച്ചറിയാൻ രക്ഷിതാക്കൾ എന്ന നിലയിൽ, രക്ഷിതാക്കളുമായി ബന്ധപ്പെട്ട കോൺവെർസേഷനിൽ നമ്മൾ മനസ്സിലാക്കണം. കഴിഞ്ഞ ആഴ്ച ട്രെയിനിൽ പോകുമ്പോൾ 3.5 വയസ്സുള്ള മോള് ചോദിക്കുകയാണ്, ട്രെയിനിൽ എവിടെ കണ്ടക്ടർ? അന്ന് ട്രെയിൻ എന്താ റോഡിലൂടെ പോകാത്തത്? സ്വാഭാവികമായിട്ടും നമ്മൾ നമ്മുടെ ബിസി സമയത്ത് എന്തെങ്കിലുമൊക്കെ വായനയിലോ മറ്റോ ആണെങ്കിൽ അത്തരം ചോദ്യങ്ങൾക്കൊന്നും നമ്മൾ ചെവി കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞെന്ന് വരില്ല. പക്ഷെ അത്തരം ചോദ്യങ്ങളൊക്കെ വളരെ അപൂർവമായിട്ടേ നമ്മുടെ മക്കളിൽ നിന്ന് നമുക്ക് കിട്ടുകയുള്ളൂ. അത് നമ്മൾ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ, അവരെ നമ്മൾ ഇൻസ്പയർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് അത്തരം ചോദ്യങ്ങൾ കൂടുതൽ കേൾക്കാൻ കഴിയും. അങ്ങനെ ചോദ്യങ്ങൾ കൂടുതൽ കേൾക്കാൻ കഴിയുമ്പോൾ നമ്മുടെ മക്കളിൽ നമുക്ക് നല്ല ഭാവി നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയും. തോമസ് ആൽവ എഡിസന്റെ ഒരു പ്രസിദ്ധമായ കഥയുണ്ട്, നിങ്ങൾക്കൊക്കെ അത് അറിയുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഒരു ദിവസം തോമസ് ആൽവ എഡിസൺ സ്കൂൾ വിട്ട് വരുന്നത്, ഓൾറെഡി തോമസ് ആൽവ എഡിസൺ ചെവി കേൾക്കൽ കുറവായിരുന്നു.
അപ്പോൾ അതോടൊപ്പം പഠനത്തിൽ പിന്നോക്കമായിരുന്നു. സ്കൂൾ വിട്ട് വരുന്നത് പിന്നെ HMന്റെ എഴുത്തുമായിട്ടാണ്. സ്കൂൾ HMന്റെ എഴുത്തുമായിട്ട് എന്താണ് എഴുത്തിൽ പറയുന്നത്? നിങ്ങളുടെ കുട്ടി നമ്മുടെ സ്കൂളിൽ പഠിക്കാൻ യോഗ്യനല്ല, നിങ്ങളുടെ കുട്ടിക്ക് പഠിക്കാൻ കഴിയില്ല, അവൻ മണ്ടനാണ്, അപ്പൊ നിങ്ങൾ വീട്ടിലിരുത്തിക്കോളൂ എന്നൊരു എഴുത്താണ് അമ്മയുടെ കയ്യിൽ എഡിസൺ കൊണ്ടുപോയി കൊടുക്കുന്നത്. അമ്മ അത് വായിച്ചു. അമ്മ ഒന്നും പറഞ്ഞില്ല. ആ ആകാംക്ഷയോടെ എഡിസൺ ചോദിക്കുകയാണ്, എന്താണ് അമ്മ കത്തിലുള്ളത്? ഒന്നുമില്ല മോനെ, മോനെ പഠിപ്പിക്കാൻ മാത്രം കഴിവും ത്രാണിയുമുള്ള അധ്യാപകർ ആ സ്കൂളിലില്ല, മോനിക്ക് പഠിക്കാൻ കഴിയുന്ന തരത്തിൽ ആ വിദ്യാലയം മാറിയിട്ടില്ല, അതുകൊണ്ട് മോൻ നാളെ മുതൽ സ്കൂളിൽ പോകണ്ട, ഇവിടെ ഇരുന്ന് അമ്മ പഠിപ്പിക്കാം എന്ന അമ്മ പഠിപ്പിച്ചോളൂ എന്ന മെസ്സേജാണ് ഇതിലുള്ളത്. നിങ്ങൾ നോക്ക് എത്ര രസകരമായിട്ടാണ് ആ അമ്മ ആ ട്യൂണ് മാറ്റിയത്, ആ HMന്റെ എഴുത്തിനെ മാറ്റി പറഞ്ഞത്. നമ്മളാണെങ്കിൽ അവിടെ പൊട്ടിത്തെറിച്ച് ഒന്നല്ലാതെ പറയും. അപ്പൊ ശേഷം ആ കുട്ടിയെ പഠിപ്പിച്ചത് അമ്മയാണെന്നാണ് ചരിത്രത്തിൽ പറയുന്നത്. അങ്ങനെ പിന്നീട് കാലങ്ങൾ ഒരുപാട് കഴിഞ്ഞു, അമ്മ മരിച്ചു. എഡിസൺ ഏകദേശം 1600 കണ്ടുപിടുത്തങ്ങൾ, 1600ഓളം കണ്ടുപിടുത്തങ്ങൾ എഡിസന്റെ പേരിലുണ്ട്. 1600 കണ്ടുപിടുത്തങ്ങൾ നടത്തിയ ഒരു വലിയ ശാസ്ത്രജ്ഞനെ സംഭാവന ചെയ്യാൻ പ്രേരണയായത് അന്ന് ആ അമ്മ കാണിച്ച പ്രചോദാത്മകമായ ഒരു പ്രതികരണമാണ്. പിന്നീട് എഡിസൺ ഈ കത്ത് ഷെൽഫിൽ വെച്ച് എഡിസന് കിട്ടി എന്നും പുസ്തകത്തിൽ എവിടെയോ വായിച്ചത് ഞാൻ ഓർക്കുന്നു. ഇതാണ് ഇൻസ്പയറിംഗ് നേച്ചർ എന്നതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇൻസ്പയറിംഗ് നേച്ചർ. അതിന് പുറമെ മറ്റൊരർത്ഥത്തിൽ നമുക്ക് പറയാം, സ്കൂൾ തുറക്കുകയാണ്, നമ്മൾ ഒരാഴ്ച മുമ്പേ കുട്ടിയുടെ പുസ്തകങ്ങൾ നമ്മൾ സെറ്റ് ചെയ്യുന്നു, യൂണിഫോം കംപ്ലീറ്റ് ആക്കി സെറ്റാക്കുന്നു, പിന്നെ എല്ലാ ക്രമീകരണങ്ങളും നമ്മൾ നടത്തി തലേ ദിവസം നമ്മൾ അതൊക്കെ അയൺ ചെയ്ത് പുസ്തകങ്ങൾക്കൊക്കെ കവർ ചെയ്ത് ഷൂ ഒക്കെ പോളിഷ് ചെയ്ത് രാത്രി നിങ്ങൾ കിടന്നു വിളിക്കേണ്ടി വരില്ല, കുട്ടി ഓട്ടോമാറ്റിക്കായിട്ട് എഴുന്നേൽക്കും. കാരണം ഈ ഒരു ആക്ടിവിറ്റിയിൽ നിന്ന് കുട്ടിക്ക് കിട്ടിയ ഇൻസ്പിറേഷനാണ്. നമ്മുടെയൊക്കെ സ്കൂളിൽ പുസ്തകത്തിന് പൊതിയിടൽ ചടങ്ങ് ഒരു പ്രത്യേക ദിവസം നമ്മൾ കുട്ടികൾക്ക് കൊടുക്കും. വീട്ടിലുള്ള മുതിർന്നവരോട് അനുഗ്രഹം വാങ്ങിയിട്ട് പുസ്തകത്തിന് പൊതിയിടുക, പുസ്തകത്തിൽ പേരെഴുതിപ്പിക്കുക, പുസ്തകത്തിൽ ഓട്ടോഗ്രാഫ് എഴുതിപ്പിക്കുക എന്ന ചടങ്ങൊക്കെ നമ്മൾ നടത്താറുണ്ട്. അതൊക്കെ ഒരു ഇമോഷണലി ഇൻസ്പയറിംഗ് ആണ്. അത്തരം കാര്യങ്ങളിലൊക്കെ നമ്മൾ നമ്മുടെ കുട്ടികളോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് ഇടപെടുമ്പോൾ നമ്മളൊരു നല്ല ഇൻസ്പയറിംഗ് കപ്പാസിറ്റി ഉള്ള ഒരു പാരന്റ് ആയിട്ട് മാറും. ഏതായാലും ഞാൻ എൻ്റെ സംസാരം നിർത്തുകയാണ്. മൂന്നാമതൊരു അക്ഷരവും കൂടി ഞാൻ നേരത്തെ പരാമർശിച്ചിരുന്നു. ഒന്നാമത്തത് ഒന്ന് ടെക്സ്റ്റ് മെസ്സേജിൽ ആരെങ്കിലും ടൈപ്പ് ചെയ്തിട്ടാൽ നമുക്കത് വാല്യൂയിങ് നേച്ചർ, മൂല്യം കൽപ്പിക്കുക. രണ്ടാമത്തത് ഇൻസ്പയറിംഗ് നേച്ചർ. മൂന്നാമത്തത് എ ആണ്, വയാന്നാണ് ഞാൻ പറഞ്ഞത്. എന്തായിരിക്കും എ? ഫൈസൽ സർ ടൈപ്പ് ചെയ്ത് വിട്ടിട്ടുണ്ട്, താങ്ക് യു സർ. എന്തായിരിക്കും എ? നിങ്ങൾക്ക് ഊഹിക്കാവുന്നതാണ്. ഔ, അപ്രീഷിയേറ്റ്, വെരി ഗുഡ്. ഒക്കെ നിങ്ങൾക്ക് പറയുന്നതൊക്കെ ശരിയാണ്, ഒന്നും തെറ്റല്ല. ഞാൻ എൻ്റെ ആലോചനയിൽ വന്ന ഒരു കാര്യം പറയുമെന്ന് മാത്രം. വെരി ഗുഡ്, ഓക്കെ. ഈ അപ്രീസിയേഷൻ, പിന്നെ എന്താണ് ആറ്റിറ്റ്യൂഡ്, ഓക്കെ. നമുക്ക് വിഷയത്തിലേക്ക് വരാം. ഞാൻ ഉദ്ദേശിച്ചത് അഡാപ്റ്റീവ് നേച്ചറാണ്. അഡാപ്റ്റീവ് നമുക്കറിയാം, അഡാപ്റ്റർ എന്താണെന്ന് നമുക്കറിയാം. അഡാപ്റ്റർ നമ്മൾ പിന്നെ പ്ലഗിലൊക്കെ ഉപയോഗിക്കുന്ന സാധനം. അഡാപ്റ്റീവ് നേച്ചർ അല്ലെങ്കിൽ അഡ്ജസ്റ്റബിലിറ്റി. നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയണം. എന്താണ് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയുന്നത്? ഇപ്പം ജൂൺ 3-നാണ് സ്കൂൾ തുറക്കുന്നത്, എഴുതി വെച്ചോ. ജൂൺ 3-നാണ് സ്കൂൾ തുറക്കുന്നത്. ജൂൺ 4 ആണ് എൻ്റെ ഓർമ്മ നമ്മുടെ ലോക്സഭാ ഇലക്ഷന്റെ റിസൾട്ട് വരുന്നത്. ഈ അന്ന് വൈകുന്നേരം രാഷ്ട്രീയം അല്പമുള്ള എന്നെ പോലത്തെ രക്ഷിതാക്കൾ ഉൾപ്പെടെ 24 ചാനലോ റിപ്പോർട്ടർ ചാനലോ അവർ ഫുൾ ടൈം ലൈവ് ആയിരിക്കും. ഇതും തുറന്നു വെച്ചിട്ടായിരിക്കും ഉണ്ടാവുക. കുട്ടി സ്കൂൾ വിട്ട് ഓടി വരും. ഫസ്റ്റ് ഡേ കഴിഞ്ഞ് വരുന്നതാണ്, അല്ലെങ്കിൽ സെക്കൻഡ് ഡേ കഴിഞ്ഞ് വരുന്നതാണ്. അപ്പോഴത്തേക്കും ചിലപ്പോൾ തീരുമാനമായിട്ടുണ്ടാകും, എന്നാലും ചില പിന്നെ ചർച്ചകളൊക്കെ നടക്കുന്നുണ്ടാകും. ഓടി വന്നു, ഉപ്പ ഇന്ന് പുതിയ പ്രിൻസിപ്പാളും, അമ്മേ ഇന്ന് പുതിയ ടീച്ചർ എന്ന് പറയുമ്പോൾ
വോയിസിനെന്തോ ക്ലാരിറ്റി കേൾക്കുന്നില്ലല്ലോ. ആർക്കെങ്കിലും കേൾക്കാവോ? ഇല്ല. മിക്കവാറും ഒരു 80%. കാരണം ഒന്നുകിൽ നമ്മുടെ സ്ഥാനാർത്ഥി ജയിച്ച വൈശാഖ് ബാബു. സോറി മുർഷിദ് സർ. ഓക്കെ, അത് എനിക്ക് തോന്നുന്നു കട്ടായതാണ്. സമയമായല്ലോ. ഓക്കെ ഓക്കെ, ഞാൻ കരുതിയത് പെയ്ഡാണെന്ന്, അതുകൊണ്ട് ഞാൻ അത് ഓക്കെ ഓക്കെ അത് ജസ്റ്റ് ഒന്ന് പിന്നെ ഡിസ്കണക്ട് ആയതാണ്. ഇപ്പൊ എത്ര പേര് ജോയിൻ ചെയ്തിട്ടുണ്ട്? നേരത്തെ ഉള്ളവരൊക്കെ വന്നോ? ഇല്ല, ഇത് ഡിസ്കണക്ട് ആയിട്ടില്ല. കണ്ടിന്യൂ ആയിട്ടില്ല. നമ്മൾ സാറിന്റെ വോയിസ് മാത്രം കട്ടായിട്ടുള്ളൂ. ഓക്കെ ഓക്കെ ഓക്കെ, താങ്ക് യു. ഓക്കെ, ഇപ്പൊ ഓക്കെ ആണല്ലേ? യെസ് യെസ്. ഓക്കെ, ഏതായാലും നമ്മൾ സാധാരണ ബാക്കിൽ നിന്ന് ഒരാൾ പിന്നെ ഒരു കുറിപ്പ് തരാറുണ്ട് നിർത്താനായി എന്ന്. അത് കമ്പ്യൂട്ടറിന് തന്നതായിരിക്കും. അപ്പൊ നമ്മൾ പിന്നെ അഡാപ്റ്റീവ് നേച്ചർ നമുക്ക് എപ്പോഴും വേണം. പ്രത്യേകിച്ച് കുട്ടികൾ വന്ന് സ്കൂൾ വിശേഷങ്ങൾ നമ്മളോട് പങ്കുവെക്കുമ്പോൾ എത്ര തിരക്കുണ്ടെങ്കിലും നമ്മൾ അതിന് ചെവി കൊടുത്തേ മതിയാകും. ഇനി കുട്ടി പറയാൻ ചിലപ്പോ നമ്മുടെയൊക്കെ മക്കളുടെ കാര്യത്തിൽ ഞാനൊക്കെ നിരീക്ഷിക്കുമ്പോൾ മനസ്സിലാവാറുണ്ട്, ഒന്നും ഓർമ്മയുണ്ടാവില്ല പറയാൻ. അപ്പൊ നമ്മൾ അങ്ങോട്ട് ചോദിക്കണം, എന്താ മോളെ ഇന്ന് വിശേഷം, ടീച്ചർ ആരാ വന്നത്, എന്താ പഠിപ്പിച്ചത്, ആരാ. അപ്പൊ അങ്ങനെ സ്റ്റാർട്ടായി കൊടുത്താൽ പിന്നെ അവരങ്ങനെ പലതും ഓർത്തെടുത്ത് പറയുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ നിങ്ങൾ പിന്നെ ഓർത്ത് നോക്കി, അതൊക്കെ കുറച്ച് കാലമേ അവരൊക്കെ അങ്ങനെ നമ്മൾ പങ്കുവെക്കുകയുള്ളൂ. നമ്മൾ എത്രത്തോളം അവരെ ഇൻസ്പയർ ചെയ്ത് വാല്യൂ ചെയ്ത് അവരോട് അഡാപ്റ്റ് ചെയ്ത് നിൽക്കുന്നോ അത്രയും കാലം അവരിങ്ങനെ ഓപ്പൺ ആയിട്ട് നമ്മളോട് പങ്കുവെക്കും. ആ ഒരു ഓപ്പൺ നേച്ചർ നമുക്ക് എത്ര കാലം മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമോ, എത്ര കാലം നീണ്ടു നിൽക്കുന്നോ അത്രയും കാലം കുട്ടിയുടെ പേഴ്സണാലിറ്റി വളരെ നന്നായി വളരും. ആ കുട്ടി ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല. ആ കുട്ടിയെ നമുക്ക് തനിച്ച് ഒരു സ്ഥലത്ത് പറഞ്ഞയക്കുന്നതിനും നമുക്ക് പേടിക്കേണ്ടി വരില്ല. അത്രയും ഭംഗിയായിട്ട് ആ കുട്ടി കാര്യങ്ങൾ ചെയ്യും. നേരെ മറിച്ച് കുട്ടിക്ക് പങ്കുവെക്കാൻ ഇടമില്ല, കുട്ടിയുടെ ഫീലിങ്ങിനോട് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് സംസാരിക്കാൻ ഒരു ആളില്ല. അങ്ങനെ വരുമ്പോൾ കുട്ടി കണ്ട ഇടങ്ങളിലേക്ക് പോകുന്നു എന്നതാണ് വാസ്തവം. ഏതായാലും പ്രത്യേകിച്ച് മക്കൾ ഹോംവർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ പത്രവായന, നമ്മുടെ ന്യൂസ് വാച്ചിങ്, ഇതൊക്കെ നമ്മൾ സ്വയം, ഇനി ഇന്നത്തെ ഓഡിയൻസിന്റെ നാച്ചുർ എനിക്കറിയില്ല, നമ്മളൊക്കെ സ്കൂളിൽ നിന്ന് പറയാറുണ്ട് മിക്കവാറും മുസ്ലിം പാരൻസ് ആണ് ഓഡിയൻസ് ആയിട്ടുള്ളതെങ്കിൽ ഖുർആൻ പാരായണം ചെയ്യുന്നത് പോലും, സന്ധ്യാനേരങ്ങളിൽ ഖുർആൻ പാരായണം ചെയ്യുന്നത് പോലും കുട്ടിയുടെ പഠനത്തെ അലോസരപ്പെടുത്തുന്ന തരത്തിലാവാൻ പാടില്ല എന്ന് നമ്മൾ പറയാറുണ്ട്. അങ്ങനെ ശബ്ദത്തിൽ ഉറക്കെ ചെയ്യുന്നത് അത് കുട്ടിയോടുള്ള ഒരു അനാദരവാണ്, അല്ലെങ്കിൽ കുട്ടിയോട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയാത്തതാണ് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ഇത് പറയുമ്പോൾ ചിലപ്പോഴൊക്കെ എനിക്ക് വളരെ ഇമോഷണൽ ആയിട്ട് ഓർമ്മ വരുന്നൊരു കാര്യമുണ്ട്. ഞാനൊക്കെ 10ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് നമ്മുടെ അയൽവക്കത്ത് നമ്മളൊക്കെ സെക്കുലറായിട്ട് ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ എല്ലാവരും ചേർന്ന് താമസിക്കുന്ന ഒരു ചുറ്റുപാടാണ്. വളരെ സൗഹൃദ അന്തരീക്ഷമുള്ള ഒരിടമാണ്. അപ്പൊ അവിടെ വീട്ടിൽ തൊട്ട അയൽവക്കത്തുള്ള ഒരു അമുസ്ലിമായ സഹോദരന്റെ വീട്ടിൽ കല്യാണ ആലോചനയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നടക്കുകയാണ് അവരുടെ മകളുടെ. അപ്പോ ആ കുടുംബനാഥൻ പറയാണ്, ഒരു ഡേറ്റ് സജസ്റ്റ് ചെയ്തപ്പോ ആ ഡേറ്റിന് പറ്റൂല, അപ്പുറത്തെ വീട്ടിലെ എനിക്ക് അഥവാ അസ്രഫിന് പിന്നെ 10ാം ക്ലാസ് പരീക്ഷയുടെ സമയമാണത്, ആ സമയത്ത് കല്യാണം പറ്റില്ല എന്ന്. എൻ്റെ മനസ്സിൽ അത്രയും കുട്ടിക്കാലത്ത് ഞാനൊക്കെ ഒരു മിനിമം മാർക്ക് വാങ്ങി 10ാം ക്ലാസ് പാസ്സായിട്ടുണ്ടെങ്കിൽ ആ ഒരു അത്രയും പരിഗണന കൊണ്ട് തന്ന് സംസാരിച്ചപ്പോൾ ഞാൻ ചിന്തിക്കുകയാണ്, ഇത്ര വലിയ സംഭവ പരീക്ഷ, നമുക്ക് ആകെ കിട്ടിയ ഒരു ഫീലിംഗ് ആണ് അതൊക്കെ. അപ്പൊ ഞാൻ പറയുന്നത് ആ ഒരു അഡാപ്റ്റീവ് നാച്ചുറൽ
നമുക്ക് നൽകിയ ഒരു ആത്മവിശ്വാസമുണ്ട്, ഒരു പ്രാധാന്യത്തിന്റെ ചിന്തയുണ്ട്. അപ്പൊ നമ്മുടെ മക്കള് ഫംഗ്ഷനുകൾ, അല്ലെങ്കിൽ നമ്മളുടെ അയൽവക്കത്ത് വരുന്ന ഫംഗ്ഷനുകൾ, നമ്മൾ പോകുന്ന ടൂറുകൾ, ഇതൊക്കെ നമ്മൾ സ്കൂൾ സംബന്ധമായ പ്രവർത്തികളോട് കണക്ട് ചെയ്തുകൊണ്ട് നിശ്ചയിക്കാതെ അതിനെ പരിഗണിച്ചുകൊണ്ട് നമ്മളൊന്ന് സെറ്റ് ചെയ്ത് നോക്കിയേ. അപ്പൊ കുട്ടിക്ക് ഫീൽ ആകും, ഓ ഇത്ര വലിയ സംഗതി അല്ലേ, അപ്പൊ പഠിക്കണം. നമ്മൾ എങ്ങനെയാ പറയാറുള്ളത്? നീ ജയിച്ചാൽ നമുക്ക് പോകാം, നീ തോറ്റാൽ പോകൂല. അത് ഞാൻ നേരത്തെ പറഞ്ഞ കണ്ടീഷണലായി. അതിന് പകരം മോളെ നമുക്ക് മൈ ലാസ്റ്റ് വീക്ക് പോകാം. അങ്ങനെ ആകുമ്പോൾ ചേട്ടന്റെ പരീക്ഷയും കഴിയും, ചേച്ചിയുടെ പരീക്ഷയും കഴിയും, മോളെ പരീക്ഷയും കഴിയും. അപ്പൊ നമുക്ക് അവിടെ ഡേറ്റ് ഫിക്സ് ചെയ്യാം, അതിന് മുമ്പ് വേണ്ട. ഓ ശരിയാണല്ലേ. ഇതാണ് ഒരു അഡാപ്റ്റീവ് നേച്ചർ എന്ന് പറഞ്ഞാൽ. അങ്ങനെ നമ്മൾ കുട്ടികളുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളോടും അവരുടെ ആ ഒരു കാര്യങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ട് നമ്മൾ സെറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതിനെയാണ് നമ്മുടെ അഡാപ്റ്റബിലിറ്റി, എബിലിറ്റി, അതിലൊരു എബിലിറ്റി ഉണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഏതായാലും ഞാൻ എൻ്റെ സംസാരം നിർത്തുകയാണ്. നമ്മുടെ മക്കളിൽ നമുക്ക് നല്ല ഉയർച്ചയും വളർച്ചയും ഒക്കെ നമുക്ക് വേണം. നമ്മളൊക്കെ നേരത്തെ പറഞ്ഞ രക്ഷിതാവ് എന്ന ആ ഒരു ടൈറ്റിലിൽ അഹങ്കരിക്കുന്നവരാണ് നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ജീവിതം വളരെ നൈമിഷികമാണ്, വളരെ കുറച്ചാണ്. നമ്മൾ സാധാരണ പറയാറുണ്ട്, കഴുത ഉപേക്ഷിച്ച 25 വർഷവും നായ വേണ്ടെന്ന് പറഞ്ഞ 15 വർഷവും കുരങ്ങ് നിരസിച്ച 15 വർഷവും നമുക്ക് കിട്ടിയ 25 വർഷവും കൂടിച്ചേർന്ന ഒരു 75 വർഷത്തെ ആയുസ്സാണ് നമുക്കുള്ളത്. നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, മനസ്സിലായിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. കഴുതയെ ദൈവം സൃഷ്ടിച്ചിട്ട് 50 വർഷം കൊടുത്തു. 50 വർഷം നീ ജീവിച്ചോ എന്ന് പറഞ്ഞു. അപ്പൊ കഴുത പറഞ്ഞു, എനിക്ക് 50 വർഷം വേണ്ട, എനിക്ക് 25 മതി. അപ്പം ദൈവം 25 തിരിച്ചെടുത്തു, അതവിടെ വെച്ചു. നായയെ സൃഷ്ടിച്ചിട്ട് ദൈവം പറഞ്ഞു, നീ 30 വർഷം ജീവിച്ചോ. നായ പറഞ്ഞു, 30 വർഷം എനിക്ക് ജീവിക്കാൻ കഴിയില്ല, ഭയങ്കര ചൂടുള്ള കാലാണ്, വെള്ളം കിട്ടൂല, 15 മതി എന്ന് പറഞ്ഞു. ഓക്കെ, 15 തിരിച്ചെടുത്തു ദൈവം, 15 നായ ജീവിച്ചു. കുരങ്ങിനെ സൃഷ്ടിച്ചിട്ട് ദൈവം കൊടുത്തു 30 വർഷം. കുരങ്ങും പേടിച്ചു പറഞ്ഞു, എനിക്ക് വേണ്ട 30, കാടൊക്കെ വെട്ടി നാട്ടിൽ പോയി ജീവിക്കേണ്ട ഗതി വരും, അതുകൊണ്ട് എനിക്ക് 15 മതി. അപ്പോ കഴുത മാറ്റിവെച്ച 25 എവിടെയുണ്ട്, നായ മാറ്റിവെച്ച 15 എവിടെയുണ്ട്, കുരങ്ങ് മാറ്റിവെച്ച 15 എവിടെയുണ്ട്. അപ്പൊ അതെത്രയായി? 40ഉം 45ഉം 55 അവിടെ വന്നു, എക്സസ് വന്നു, അതവിടെ ഉണ്ട്. അങ്ങനെ മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് ദൈവം 25 വർഷത്തെ ആയുസ് കൊടുത്തു. അപ്പോ നമ്മൾ ഗ്രീഡിയാണ്, നമ്മൾ അത്യാർത്ഥിയാണല്ലോ. മനുഷ്യൻ സങ്കടപ്പെട്ടു, എനിക്ക് 25 വർഷമൊന്നും പോരാ, അതൊക്കെ കുറഞ്ഞ കാലമല്ലേ, എനിക്ക് കുറച്ചുകൂടി വേണം. അപ്പം ദൈവം പറഞ്ഞു, എന്നാ പിന്നെ നീ 55, നേരത്തെ കഴുത മാറ്റിയതും നായ മാറ്റിയതും കുരങ്ങ് മാറ്റിവെച്ചതുമായ ആകെ 55 കൂടി എടുത്തോ, എന്നിട്ട് 75-80 വയസ്സ് വരെ നീ ജീവിച്ചോ എന്ന്. അങ്ങനെ ജീവിക്കുന്നതിന്റെ അടിസ്ഥാനം എന്താണ്? ജീവിക്കുന്നതിന്റെ സീക്രട്ട്. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ പറയാറുണ്ട്, നമ്മുടെ ജീവിതം, മനുഷ്യന്റെ ജീവിതം എന്ന് പറഞ്ഞിട്ട് നമുക്ക് ആകെ ഉള്ള ജീവിതം ആദ്യത്തെ 25 വർഷമാണ് എന്ന് പറയാറുണ്ട്. പിന്നീടുള്ള 25 വർഷം നമ്മൾ കഴുതയെ പോലെയാണ്. നമ്മുടെ ജീവിത ഭാരം ചുമരിയിലേറി ഇങ്ങനെ ജീവിക്കുകയാണ് 25 വർഷം. അത് കഴിഞ്ഞാൽ പിന്നെയുള്ള 15 വർഷം, അപ്പോഴത്തേക്ക് 50 വയസ്സായി. 50 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കാവൽക്കാരനാണ്, പേരക്കുട്ടികളുടെ കാവൽക്കാരൻ. മക്കളൊക്കെ സ്കൂളിൽ പോകുമ്പോൾ അവരുടെ മക്കളുടെ മക്കളെ നോക്കുന്ന ഒരു കാവൽ. അതാണ് നമുക്ക് 15 വയസ്സ് നായൻ്റെ അടുത്ത് കിട്ടിയതാണ്. അപ്പൊ 65 വയസ്സ് അങ്ങനെയാണ്. അത് കഴിഞ്ഞ് ബാക്കി വരുമ്പോൾ നമ്മുടെ മൂത്ത മോളടുത്ത് 1 മാസം, രണ്ടാമത്തെ മോളടുത്ത് 2 മാസം, മൂന്നാമത്തെ മോന്റെ അടുത്ത് 1 മാസം, കുരങ്ങൻ ചാടുന്നത് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി ചാടി നമ്മളൊരു 10-12 വർഷം ജീവിക്കും. ഇതെല്ലാം കൂടി ചേർന്നതാണ് ഒരു മനുഷ്യ ജന്മം. നിങ്ങൾ ചിന്തിച്ച് നോക്കി, എത്ര സിമ്പിളാണ്. അപ്പൊ ഇതിനിടയിലാണ് നമ്മുടെ തെരഞ്ഞെടുപ്പും നമ്മുടെ വർഗീയതയും നമ്മുടെ കടിപിടിയും ഒക്കെ. നമ്മൾ തിരിച്ചറിയുക, നമ്മുടെ ജീവിതം 25 വർഷത്തിന് ശേഷമുള്ള നമ്മുടെ ജീവിതം കഴുത നമുക്ക് തന്ന ഓഫറാണ്, നായ തന്ന റിലീഫാണ്, കുരങ്ങ് തന്ന ആശ്വാസമാണ്. ആ നിലയിൽ നമ്മൾ കാര്യങ്ങളെ സമീപിച്ചുകൊണ്ട്, ഞാൻ ഈ പറഞ്ഞ സ്റ്റോറിക്ക് നിങ്ങൾ തെളിവ് ചോദിച്ചു വരാൻ പാടില്ല. ഇതൊക്കെ പണ്ടുള്ള തത്വജ്ഞാനികൾ പറഞ്ഞു വെച്ച ചില മീനിങ് ഫുള്ളായ ചില കാര്യങ്ങളാണ്. അപ്പൊ അതിൻ്റെ ഇടയിൽ നമുക്ക് ശണ്ട കൂടാനൊന്നും സമയമില്ല. മക്കളോടായാലും അയൽവാസികളോടായാലും നമ്മൾ നമ്മുടെ പാരന്റിങ് സ്കില്ല് ഏറ്റവും നന്നായി ഉപയോഗപ്പെടുത്തി
നമ്മുടെ മക്കളെ നമുക്ക് കൺകുളിർമയുള്ളവരാക്കി മാറ്റാൻ നമ്മളെല്ലാവരും ശ്രമിക്കണം. സർവശക്തനായ ഉടയ തമ്പുരാൻ നമുക്ക് അതിനുള്ള ഉദവി നൽകുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു 10 മിനിറ്റ് നിങ്ങളോട് പറഞ്ഞതിനേക്കാളും ഞാൻ അധികം എടുത്തിട്ടുണ്ട്, ക്ഷമ ചോദിക്കുന്നു. ഒരിക്കൽ കൂടി ഈ സെഷനിലേക്ക് 222ാമത്തെ എപ്പിസോഡിന്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ, ലിവ് ടു സ്മൈൽ എന്ന സെഷനിൽ ഭാഗമാകാൻ കഴിഞ്ഞതിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു. മുർഷിദ് സാറിന് എനിക്ക് ഓർമ്മയൊന്നുമില്ല, സത്യം പറയാലോ. കണ്ടു സംസാരിച്ചു എന്നൊരു ബന്ധമുണ്ട്, പക്ഷെ ആളെ ഫേസ് ഒന്നും എനിക്ക് ഓർമ്മയില്ല. സ്കൂളിന്റെ ഹറിവറി ടൈമിനിടയിൽ ആരൊരാൾ എനിക്ക് പരിചയപ്പെടുത്തി തന്നിരുന്നു. സ്നേഹഭവനിൽ വന്ന ഒരു ടീമാണ്, പിന്നെ കാസർഗോഡ് വലിയ സംഭവം പറഞ്ഞിട്ട് അദ്ദേഹം നമ്പറൊക്കെ സേവ് ചെയ്ത് ഇങ്ങനെ ഒരു ടാസ്ക് തരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഏതായാലും വളരെ സന്തോഷത്തോടെയാണ് 19 രക്ഷിതാക്കളോട് ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്തത്. സർവശക്തനായ അള്ളാഹു നമ്മിൽ നിന്ന് ഇത് നല്ല ഒരു പ്രവൃത്തിയായി സ്വീകരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്തുകൊണ്ട്, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും റിപ്പീറ്റേഷൻ വന്നു പോയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്കൊരു ഒരു ഒരു എന്താ പറയാ ചടപ്പ് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളോട് ക്ഷമ ചോദിക്കുന്നു. സ്ലൈഡുകളൊന്നും കാണിക്കാതെ ഉള്ള ഒരു സെഷൻ ആയതുകൊണ്ട്, ഒരു വൺ വേ ടോക്ക് സെഷൻ ആയതുകൊണ്ട് ചെറിയ ഒരു ബോറിങ്ങിനൊക്കെ സാധ്യതയുണ്ട്. ഏതായാലും പിന്നീട് എപ്പോഴെങ്കിലും എവിടെയെങ്കിലും വെച്ച് പരസ്പരം നമുക്ക് കണ്ടുമുട്ടാം. എല്ലാ സൗഹൃദങ്ങൾക്കും നന്ദിയും കടപ്പാടും അറിയിച്ച് വളരെ സന്തോഷത്തോടു കൂടി ഞാൻ എൻ്റെ സംസാരം നിർത്തുന്നു. പിന്നെ സാധാരണ ഇത്തരം സെഷനുകൾ കഴിഞ്ഞ് 2-3 മിനിറ്റുകൾ Q&A, ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ, നമ്മൾ പറഞ്ഞ വിഷയത്തിൽ എന്തെങ്കിലും വ്യക്തത ഇല്ലാത്തത് അത്തരം കാര്യങ്ങളൊക്കെ നൽകാറുണ്ട്. സംഘാടകരുടെ സ്റ്റൈൽ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഞാൻ ഏതായാലും വിരമിക്കുന്നു. ബാക്കി തുടർ നടപടികൾ ഓൺലൈനിൽ നടക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. താങ്ക് യു സോ മച്ച്. ജയ് ഹിന്ദ്. ഓക്കെ, സന്തോഷം സാറ് ഞങ്ങൾക്ക് ക്ലാസ് എടുക്കാൻ വന്നതുകൊണ്ട്. താങ്ക് യു. താങ്ക് യു മാം. ഇന്ന് താങ്ക് യു സാർ. നമ്മുടെ കൂടെ ഉണ്ടായത് അഹമ്മദ് അഷ്റഫാണ്. എല്ലാരും എൻജോയ് ചെയ്തോ സെഷൻ? നല്ലൊരു സെക്ഷൻ ആയിരുന്നു. ഒരുപാട് നല്ലതായിരുന്നു ക്ലാസ്, നല്ല ക്ലാസ് ആയിരുന്നു കേട്ടോ. ക്ലാസ് It's a good class. 3 മണിക്കൂറുള്ളെങ്കിൽ ഞങ്ങൾക്ക് അതൊരു 2-3 മണിക്കൂർ കേട്ട ഒരു ഫീലിംഗ്, നല്ലൊരു ഇത് കിട്ടി. Yes, sir. Thank you, sir. നല്ല ക്ലാസ് ആയിരുന്നു കേട്ടോ. ഇപ്പൊ എടുത്ത സാറിന്റെ ക്ലാസ്. സോ മച്ച്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. നല്ല ക്ലാസ്. Thank you, sir. Thank you so much. താങ്ക് യു സർ. താങ്ക് യു. ലിവ് ടു സ്മൈലിന്റെ പേരിൽ സാറിന് ഒരുപാട് അഭിനന്ദനം അറിയിക്കുന്നു. Can I leave, madam? Thank you, sir. May I leave, Murshid sir? ഹലോ. ഓക്കെ സർ, ഷുവർ ഷുവർ. ഓക്കെ.